അന്ത്യവിധിയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. അന്ത്യവിധി. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. മത്തായി സുവിശേഷത്തിൻ്റെ 24-ഉം 25-ഉം അധ്യായങ്ങൾ ഒലിവിയറ്റ് ഡിസ്കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ ഉള്ള ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടുള്ള സുവിശേഷ ഭാഗമാണ് ഒലിവിയറ്റ് ഡിസ്കോഴ്സ് എന്ന് പറയപ്പെടുന്നത്. യേശുനാഥൻ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിൻ്റെ രണ്ടാം വരവിനെ പ്രതീക്ഷിച്ചിരുന്ന ആത്മീയതയാണ് ഒലിവിയറ്റ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ ചെറിയ അപ്പോക്കലിപ്സ് എന്നും പറയുന്നുണ്ട്. അന്ത്യവിധിയുടെ ദുരന്തത്തെ ആണ് അപ്പോക്കലിപ്റ്റിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബൈബിളിൽ. കർത്താവായ യേശുനാഥൻ അന്ത്യവിധിയിൽ ഉള്ള തെരഞ്ഞെടുപ്പിനെ ചെമ്മരിയാടുകളെന്നും കോലാടുകളെന്നും രണ്ടായി തിരിച്ച് വലത്തും ഇടത്തും അവർ നിർത്തപ്പെടുന്നതായി ചിത്രീകരിക്കുന്നു. ചെമ്മരിയാടും കോലാടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ജീവികളാണ്. എന്നാൽ അതിലേക്ക് ചില പ്രത്യേകതകൾ കർത്താവ് പ്രദാനം ചെയ്യുന്നുണ്ട്. ചെമ്മരിയാടിനെ ദൈവശാസ്ത്ര ചിന്തകന്മാർ നിഷ്കളങ്കതയുടെയും അച്ചടക്കമുള്ളതും എളിമയുള്ളതും അനുസരണമുള്ളതും ക്ഷമയുള്ളതുമായ ആടുകളായി ആണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ കോലാടിനെ നിന്ദിക്കുന്ന ഭയാനകമായ അന്തസ്സില്ലാത്ത അപകട മേഖലകളിൽ ഉള്ള അഹങ്കാരം നിറഞ്ഞ ആടുകളായി ആണ് ചിത്രീകരിക്കുന്നത്. രണ്ടിലൂടെയും കർത്താവ് രണ്ട് സ്വഭാവ രീതികളെ വരച്ചു കാട്ടുവാൻ പരിശ്രമിക്കുകയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ചെമ്മരിയാടിന് 54 ക്രോമസോമുകളും കോലാടിന് 60 ക്രോമസോമുകളുമാണ് ഉള്ളത്. എന്നാൽ കർത്താവായ യേശുനാഥൻ ക്രോമസോമുകളുടെ അടിസ്ഥാനത്തിൽ അല്ല ഈ ഉപമ പറയുന്നത്. യേശുനാഥൻ താരതമ്യേന ഒരുപോലുള്ള മൃഗത്തെ എടുത്ത് കാട്ടിക്കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് പറയുന്നവർ വിശ്വാസികളെ പോലെയാണ്, എന്നാൽ വിശ്വാസികളല്ല. കോലാട് ചെമ്മരിയാടിൻ്റെ കൂടെ ചെമ്മരിയാടിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കാം, പക്ഷേ ചെമ്മരിയാട് അല്ല. ഇസ്രയേലിൽ ഉള്ള ഏറ്റവും വലിയ സമ്പത്തിൻ്റെ കാരണമാണ് ആട്ടിൻകൂട്ടങ്ങൾ അഥവാ ആടിനെ മേയ്ക്കുക, ആടിനെ തീറ്റിപ്പോറ്റി വളർത്തുക എന്നത്. ഈ രണ്ടു തരം ആടുകളും ഒരുപോലെ ആട്ടിടയന്മാർ മേയിച്ച് കൊണ്ടു നടക്കാറുണ്ട്. രണ്ടിനെയും വ്യത്യസ്തങ്ങളായി അല്ല, വ്യത്യസ്ത കൂട്ടങ്ങളായല്ല അവർ വളർത്തിക്കൊണ്ടുവന്നത് വരുന്നത്. എങ്കിലും വ്യത്യസ്തമായിരുന്നു ഇവ രണ്ടും. ഇതാണ് കർത്താവായ യേശുനാഥൻ അന്ത്യവിധിയിൽ കോലാടുകളെയും ചെമ്മരിയാടുകളെയും കുറിച്ച് സുവിശേഷത്തിൽ പറയുവാനുള്ള പ്രധാന കാരണം. ഭാഗിക്കൽ അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ ഏതു വശത്ത് ഞാൻ പെടണം? അതാണ് എൻ്റെ തിരഞ്ഞെടുപ്പ്. സത്യവിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ സമ്മാനം അതാണ്. അത് എൻ്റെ ബോധ്യത്തിൽ നിന്നും ഞാൻ തിരഞ്ഞെടുക്കേണ്ട, മനസ്സിലാക്കേണ്ട സത്യമാണ്. യഥാർത്ഥത്തിൽ വലത്തും ഇടത്തും നിർത്തുന്നത് കർത്താവല്ല, നാം ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ്. സുവിശേഷത്തിൽ പറയുന്നത് പോലെ തിരിച്ചറിവുകളുടെ ഏറ്റവും വലിയ ബോധ്യമാണ് തിരഞ്ഞെടുപ്പ്. ഏത് വശത്താകണം എന്ന് നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി ചില ചോദ്യങ്ങളിലൂടെ, ബോധ്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമതായി, ഞാൻ യഥാർത്ഥ വിശ്വാസിയായി തീരുക എന്നാൽ എന്താണ്? രണ്ടാമതായി, ലൗകിക വീക്ഷണത്തിൽ നിന്നും വിശ്വാസത്തിൻ്റെ സത്യത്തെ നമുക്ക് എങ്ങനെ സ്വന്തമാക്കുവാൻ സാധിക്കും? മൂന്നാമതായി, ആടുകളുടെ ശിക്ഷ എന്താണ്, എന്തിനാണ്? നാലാമതായി, ചെമ്മരിയാടാണെന്നും കോലാടാണെന്നും ബോധ്യപ്പെടാൻ ഞാൻ എന്തു വേണം?
അതിനായി 5 വചനബോധ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. 1 കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം, വിശ്വാസത്തിൽ ഉള്ള നിലനിൽപ്പ്. 2 യാക്കോബ് ശ്ലീഹയുടെ 1-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ നീ ഗ്രഹിക്കേണ്ടതുണ്ട്. 3 വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം വാക്യം, പരിശോധിച്ച് കർത്താവിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. 4 ജോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 23-ാം വാക്യം, എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര, എൻ്റെ മത്സരവും എൻ്റെ പാപവും എന്നെ അറിയിക്കണമേ എന്ന്. 5 കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം, അവിശ്വസ്തരിൽ നിന്നും അകന്നിരിക്കുക എന്ന ശ്രമകരമായ ദൗത്യം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന് ആത്മീയതയ്ക്ക് ഉള്ള ഏറ്റവും വലിയ ലക്ഷ്യം ഈ അന്ത്യവിധിക്ക് വേണ്ടി ഒരുങ്ങുക എന്ന പ്രക്രിയയാണ്. അതിനായി ദൈവം നമുക്ക് കഴിവും ബോധ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു നിലാപ്പൂവിൻ്റെ ഇതളിൽ ചിറകുണർത്തുന്നൊരു ശലഭമായി, ഒരു സ്നേഹചുംബനം തേടി എൻ യേശുനാഥാനിൻ സന്നിധി, ഹൃദയമാമൃതിരാലകൾ തീരയും തീരും എൻ യേശുനാഥന്റെ സ്വർഗ്ഗഗീതം. ദൈവസ്നേഹത്തിനോരും പൂവിനുള്ളിൽ പൂക്കാലം തേടിയെത്തും താഴെ മണ്ണിൽ പൈതങ്ങൾ നാം. യേശു എന്നിൻ ആത്മാവിൻ കൂടൊരുക്കിക്കൂട്ടായി ഓടിയെത്തും മേലെ വെണ്ണിൽ സ്വർഗ്ഗതീരങ്ങളെങ്ങു തേടുന്നു എന്നിൽ നിന്നകലെ നീ മകളെ, കൂടുവിട്ടൊരെൻ ഹൃദയം കാതരായ നിൻ മൊഴിയിൽ, മികവിൻ തൂവൽ ഞാൻ തളിർമരച്ചില്ലയിൽ, ഒരു നവവിഹായസിൻ സ്വപ്നമായി. ദൈവസ്നേഹത്തിനോരും പൂവിനുള്ളിൽ പൂക്കാലം തേടിയെത്തും താഴെ മണ്ണിൽ പൈതങ്ങൾ നാം. യേശു എന്നിൻ ആത്മാവിൻ കൂടൊരുക്കിക്കൂട്ടായി ഓടിയെത്തും മേലെ വെണ്ണിൽ ശൂന്യരാത്രികളിലേങ്ങലോടെ ഞാൻ പാതി വഴി യാത്ര പിരിയേ, പിന്തിരിഞ്ഞു ഞാൻ നിന്നു മൗനമായ നിൻ മൊഴിയിൽ, സ്വർഗ്ഗമാമാനം നീ കാറ്റിൽ ചാഞ്ചാടുമെൻ അരിയ ചിറകിനൊരു പുതുവാനമായി. ഒരു നിലാപ്പൂവിൻ്റെ ഇതളിൽ ചിറകുണർത്തുന്നൊരു ശലഭമായി, ഒരു സ്നേഹചുംബനം തേടി എൻ യേശുനാഥാനിൻ സന്നിധി, ഹൃദയമാമൃതിരാലകൾ തീരയും തീരും എൻ യേശുനാഥന്റെ സ്വർഗ്ഗഗീതം. ദൈവസ്നേഹ